ഹലോ ഫ്രണ്ട്സ്, നമ്മൾ പ്രീവിയസ് വീക്ക് ലാസ്റ്റ് വീക്കിൽ ട്രേഡ്സ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരു വാറിന്റെ ഒക്കെ ഇഷ്യൂ ആയതുകൊണ്ട് പ്രത്യേകിച്ച് മാർക്കറ്റ് നല്ല കൺസോൾട്ടേഷനും പിന്നെ അതുപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും എന്തും മാർക്കറ്റിൽ സംഭവിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ സ്ലിപ്പേജ് വരാം. അതുകൊണ്ട് ഒരു സേഫ്റ്റി എന്ന ഒരു നിലയ്ക്ക് ട്രേഡ്സ് ഒഴിവാക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് ഗോൾഡിലും അതേപോലെ തന്നെ ക്രൂഡ് ഓയിലിലും ഓരോ എൻട്രീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ എൻട്രി ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ക്രൂഡ് ഓയിലിൽ നമ്മൾക്ക് ഇതായിരുന്നു നമ്മുടെ സോൺ. ഓക്കെ, ഈ സെറ്റപ്പ് വെച്ച് ട്രേഡ് ചെയ്യുന്നവർക്ക് മനസ്സിലാകും എന്തുകൊണ്ട് ഇത് സോൺ ആയിട്ട് എടുത്തു എന്നുള്ളത് മനസ്സിലാകും. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ സോൺ വരുന്നത്. ഓക്കെ, ഈ സോൺ എന്ന് പറയുന്നത് ഇത്ര വലിയ സോണാണ്. അപ്പൊ നമ്മൾ ഇതിനെ പ്രിസൈസ് ചെയ്യുന്നതിന് പകരം ട്രെൻഡ് ലൈനിൽ നിന്നാണ് നമ്മൾ എൻട്രി എടുത്തത്. അപ്പൊ ട്രെൻഡ് ലൈൻ നോക്കുമ്പോൾ കണ്ടോ, ഇവിടെ 1 അവറിന്റെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ഫസ്റ്റ് ടച്ച്, സെക്കൻഡ് ടച്ച്, മൂന്നാമത്തെ ടച്ചിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. അപ്പോൾ ഈ മുകളിൽ നിന്ന് എൻട്രി എടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ഈ ട്രെൻഡ് ലൈനിൽ നിന്ന് എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് ജസ്റ്റ് ഈ സോണിന്റെ തൊട്ട് താഴെ നമുക്ക് പ്ലേസ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇവിടുന്ന് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. 1:3 റേഞ്ച് ഒക്കെ ആയപ്പോൾ ഇവിടെ നിന്ന് എൻട്രി എടുത്തിട്ട് ഏകദേശം ഈ ഒരു റേഞ്ച് ഒക്കെ ആയപ്പോൾ ഞാൻ പാർഷ്യലി ബുക്ക് ചെയ്തു. ബാലൻസ് സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ഇവനിലേക്ക് മോഡിഫൈ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ ക്രൂഡ് ഓയിൽ എടുത്ത ട്രേഡ്. ഇനി ഗോൾഡിൽ എടുത്തത് കാണിച്ചു തരാം. ഓക്കെ, ഗോൾഡിലും സെറ്റപ്പ് കിട്ടിയത് 30 മിനിറ്റിലായിരുന്നു നമുക്ക് സെറ്റപ്പ് കിട്ടിയത്. ഓക്കെ, ഈ ഒരു എൻറ്റയർ ക്യാൻഡിലായിരുന്നു നമ്മുടെ സോൺ, ബൈ സോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ എൻറ്റയർ ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഏകദേശം 57 ഒരു 120-130 പിപ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ ട്രെൻഡ് ലൈനിന്റെ സപ്പോർട്ട് ഉണ്ടോ എന്ന് ഫസ്റ്റ് നോക്കുന്നു. ട്രെൻഡ് ലൈൻ നമുക്ക് 4 അവറിൽ ഇവിടെ ട്രെൻഡ് ലൈൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 4 അവറിൽ ട്രെൻഡ് ലൈൻ ഇതാണ് ഫസ്റ്റ് ടച്ച്. നെക്സ്റ്റ് രണ്ടാമത്തെ ടച്ച്, സെക്കൻഡ് ടച്ച്, മൂന്നാമത് വന്ന് ടച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. കണ്ടോ, മൂന്നാമത് വന്ന് ടച്ച് ചെയ്തപ്പോൾ നമ്മൾ ഈ സോണിൽ നിന്ന് എൻട്രി എടുത്തു. 30 മിനിറ്റിലായിരുന്നു നമ്മൾ എൻട്രി എടുത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സോൺ ഈ സോണിന്റെ മുകളിൽ നിന്ന് എൻട്രി എടുക്കുന്നതിന് പകരം നമുക്ക് ഇത്രയും സ്കിപ്പ് ചെയ്തിട്ട് ഈ ട്രെൻഡ് ലൈനിൽ നിന്ന് എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് വയ്ക്കുമ്പോൾ ഈ സ്വിങ്ങിന്റെ താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഈ സ്വിങ്ങിന്റെ താഴെയായിട്ട് കണ്ടോ, മാർക്കറ്റ് പോയതുണ്ടോ, ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതുണ്ടോ. ഇതും ഈ ഒരു റേഞ്ചിൽ ആയപ്പോൾ പാർഷ്യലി ബുക്ക് ചെയ്തു. ബാലൻസ് റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ഇവനിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇന്നത്തെ ട്രേഡ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത ഡേയ്സിൽ കാണാം. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ്, ബൈ.